ഡേറ എന്നൊരു സ്ഥലത്തൊരു കുടുംബമുണ്ടായിരുന്നു. അതിൽ 2 സഹോദരങ്ങൾ അവരുടെ ഭാര്യയുമായാണ് ജീവിക്കുന്നത്. അശോക് മൂത്ത ചേട്ടനാണ്. അവൻ കുടുംബത്തെ നന്നായി നോക്കുന്നു. അശോക് തണ്ണിമത്തനാണ് വിളയിക്കുന്നത്. അവന്റെ ചെറിയ അനിയനായ അജയ് അശോകിന് കൃഷിപ്പണികളൊക്കെ സഹായിക്കുമായിരുന്നു. പക്ഷെ മനസ്സിരുത്തി പണി ചെയ്യുകയേയില്ല. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അശോകും അജയും നാളെ മുഴുവനും കൃഷിയിടത്താണ്. ഒരു ദിവസം അശോകിന് ജോലിക്കായി പുറത്തേക്ക് പോകേണ്ടിയിരുന്നു. ഞാൻ ജോലി ആവശ്യത്തിനായി വെളിയിൽ പോകുക. നീ നിലവും പഴങ്ങളും നന്നായി പരിപാലിക്കണം. 2 ദിവസത്തിൽ ഞാൻ വരാം. ശരി ചേട്ടാ, നിങ്ങൾ പേടിക്കാതെ പോയിട്ട് വരൂ. ഞാൻ നന്നായി നോക്കിക്കോളാം. അശോക് ജോലിക്കാര്യത്തിനായി പുറത്തേക്ക് പുറപ്പെട്ടു. പക്ഷെ അജയ് തണ്ണിമത്തന്റെ വിളവിൽ ശരിക്കും ശ്രദ്ധ ചെലുത്തിയേയില്ല. അവൻ ശരിയായ സമയത്ത് വെള്ളവും ഒഴിച്ചില്ല. പിന്നെ കീടനാശിനികളും തെളിച്ചില്ല. അനിയ, നിങ്ങൾ തണ്ണിമത്തൻ കച്ചവടം ശരിക്കും നോക്കുന്നേയില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വിളവൊക്കെ നശിച്ചു പോകും. ചേട്ടാ, നിങ്ങൾ പേടിക്കണ്ട. വിളവുകൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല. അങ്ങനെ തന്റെ നിസ്സഹായത കൊണ്ട് ആ വിളച്ചൽ തന്നെ നഷ്ടമായി. അശോക് വരുന്നതിന് ഒരു ദിവസം മുന്നേ അജയ കൃഷി കാണാൻ വേണ്ടി പോയപ്പോൾ ആ കൃഷിയിടത്ത് നട്ടിരുന്ന എല്ലാ വിത്തുകളും അതിനൊപ്പം നന്നായി വിളഞ്ഞിരുന്ന തണ്ണിമത്തനുകളും നശിച്ചു പോയിരുന്നു. അയ്യോ, എന്തായത്? ഞാൻ കുറച്ച് അശ്രദ്ധ കാണിച്ചതുകൊണ്ട് എല്ലാ വിളവുകളും നശിച്ചു പോയല്ലോ. ചേട്ടനോട് ഞാൻ എന്തു മറുപടി പറയും? അടുത്ത ദിവസം അശോക് തിരിച്ചു വന്നു. അശോക് ഇതൊക്കെ കണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഞാൻ നിന്നോട് നന്നായി നോക്കാൻ പറഞ്ഞു, എന്നാൽ നീ നോക്കിയതേ ഇല്ലല്ലോ. എല്ലാം ഇപ്പോൾ പാഴായി പോയി. ഈ നഷ്ടം എങ്ങനെ നികത്തും? നമ്മൾ ഇനി കഴിക്കാൻ എന്ത് ചെയ്യും? ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ. ഇനി ഇങ്ങനെ സംഭവിക്കുകയില്ല. ഇനി നിനക്ക് ഒരു അവസരവും തരില്ല. നീ ഇനി എന്നെ സഹായിക്കുകയും വേണ്ട. നീ തന്നെ എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്ക്. ഇനി എന്റെ അടുത്ത് നിനക്ക് ഒരു ജോലിയുമില്ല. അജയ് വിഷമിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അവൻ ഒരുപാട് ദിവസം വരെ വേറെ പണികൾ അന്വേഷിച്ചു. ആരും ഒരു പണിയും അവന് കൊടുക്കാത്തത് കൊണ്ട്, പിന്നെ അവന്റെ ചേട്ടനും അവനെ പണിക്ക് വിളിക്കാത്തത് കൊണ്ടും അവൻ വളരെ വിഷമിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു, എന്നാൽ ഒരിടത്തും കിട്ടിയില്ല. വീട്ടിലെ പലചരക്ക് സാധനങ്ങളെല്ലാം തീർന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് അജയുടെ ഭാര്യയ്ക്ക് ഒരു ഐഡിയ കിട്ടിയത്. എന്റെ അച്ഛൻ ഉരുളക്കിഴങ്ങ് കൃഷിയാ ചെയ്യുന്നേ. അദ്ദേഹത്തിന് എല്ലാ വർഷവും ഉരുളക്കിഴങ്ങ് ബാക്കി വരും. ആ ഉരുളക്കിഴങ്ങ് നമുക്ക് വാങ്ങി ഈ നാട്ടിൽ ബേൽപൂരി ചെയ്ത് വിൽക്കാം. എന്തായാലും ഈ നാട്ടിൽ വേറെ ബേൽപൂരി കടയുമില്ല. ആ, നീ പറഞ്ഞത് ശരിയാ. ഇത് നമുക്ക് ചെയ്യാം. അടുത്ത ദിവസം അജയ് തന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ചെന്ന് ബാക്കി വന്ന ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങി വന്നു. പിന്നെ ഒരു തള്ളുവണ്ടി വെച്ച് അതിൽ ബേൽപൂരി വിൽക്കാൻ തുടങ്ങി. അവന്റെ ബിസിനസ് വളരെ നന്നായി നടന്നു. നാട്ടിലുള്ള കുറെ പേർ ഭക്ഷണം കഴിക്കാനായി വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ കടയിൽ നല്ലതുപോലെ കച്ചവടം നടക്കുന്നു. നിനക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിനക്കും കടയിലേക്ക് വരാം. ആ, തീർച്ചയായും. കസ്റ്റമേഴ്സ് എത്ര കൂടിപ്പോയെന്നോ. അവനെ സഹായിക്കാൻ വേണ്ടി അജയുടെ ഭാര്യയും വരേണ്ടിയിരുന്നു. പക്ഷേ കുറച്ച് ദിവസത്തിൽ തന്നെ കസ്റ്റമേഴ്സ് കുറഞ്ഞു. കുറച്ചു നാളായി ഇവിടേക്ക് വരുന്നത് എല്ലാവരും നിർത്തി. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കച്ചവടം നിർത്തേണ്ടി വരും. നമ്മുടെ നാട്ടിൽ നമ്മളെ കണ്ടുവേറാരോ ബേൽപൂരി കട തുടങ്ങിയെന്നാ ഞാൻ കേട്ടത്. ഒരുപക്ഷെ ഇതാണ് കാര്യമെങ്കിൽ നമ്മൾ ഉറപ്പായും ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു ബേൽപൂരി വാങ്ങിയാൽ മറ്റൊരു ബേൽപൂരി ഫ്രീ എന്ന് നമുക്ക് പറഞ്ഞാലോ? ഇല്ല, അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് നഷ്ടമാകും. അപ്പോൾ കട അടയ്ക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ വേറെ എന്തെങ്കിലും വഴി ആലോചിക്കണം. അജയ് അവരുടെ കൃഷിയിടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ തന്റെ ചേട്ടനെ കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. നിങ്ങൾക്ക് സുഖമാണോ ചേട്ടാ? ഞാനിപ്പോൾ ശ്രദ്ധിച്ച് നല്ലതുപോലെ ജോലി നോക്കുന്നുണ്ട്. താങ്കൾക്ക് സുഖമാണോ? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? വിളവുകൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല, എന്നാൽ ശരിക്കും കച്ചവടം നടക്കുന്നില്ല. എന്തെങ്കിലും ഓർഡർ കിട്ടുന്നതിന് മുൻപ് ഒരുപാട് പഴങ്ങളും പാഴായി പോകുന്നു. നിനക്ക് കുഴപ്പമില്ല, നിന്റെ കച്ചവടം നന്നായി പോകുന്നല്ലോ. അയ്യോ ചേട്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഉറപ്പായും താങ്കളെ സഹായിക്കാം. അജയ് വീട്ടിലേക്ക് പോയി തന്റെ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു. ഞാൻ എന്തുകൊണ്ട് ബാക്കി വന്ന ആ പഴങ്ങൾ ബേൽപൂരിയിൽ മിക്സ് ചെയ്തുകൂടാ? അങ്ങനെയാണെങ്കിൽ ചേട്ടനും പഴങ്ങൾ വിറ്റതുപോലെയാകും. ഇവിടെയും വ്യത്യസ്തമായ ബേൽപൂരിയിൽ പഴങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഒരു ഡിഫറൻറ്റും ആകും. അതിലൂടെ ജനങ്ങളും ഉറപ്പായും എന്റെ കടയിലേക്കും വരും. ഉറപ്പായും ഇത് ചെയ്താൽ എന്തായാലും നന്നാകും. അടുത്ത ദിവസം രാവിലെ അജയ് തന്റെ കടയിൽ തണ്ണിമത്തൻ ബേൽപൂരി എന്ന് ബോർഡ് വെച്ചു. പിന്നെ തണ്ണിമത്തൻ ഫ്ലേവേർഡ് ബേൽപൂരി വിൽക്കാനായി തുടങ്ങി.
കുറച്ചു സമയത്തിൽ തന്നെ അവന്റെ കടയ്ക്ക് ചുറ്റും ഒരുപാട് ആളുകൾ വന്നു. അതുപോലെ തന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് തണ്ണിമത്തൻ വാങ്ങി അവൻ തണ്ണിമത്തൻ ബേൽപൂരി വിറ്റുകൊണ്ടിരുന്നു. പക്ഷെ അജയുടെ ഭാര്യ തണ്ണിമത്തന്റെ തോടുകൾ കൊണ്ട് ഒരുപാട് വെറുത്തുപോയി. ആ കാര്യം അവൾ അജയോടും പറഞ്ഞു. വീട്ടിന് പുറകെ ഒരുപാട് തണ്ണിമത്തൻ തോടുകളുണ്ട്, അതൊക്കെ നശിക്കുന്നുണ്ട്, അതെന്താ ചെയ്യാ? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വലിച്ചെറിഞ്ഞല്ലേ പറ്റൂ. അതിനെ എങ്ങനെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഞാനെന്താ ചിന്തിക്കുന്നെങ്കിൽ നമുക്കിത് ബേൽപൂരിയുടെ പ്ലേറ്റ് പോലെ ഉപയോഗിക്കാം. ഈ ഐഡിയ കൊള്ളാം. അടുത്ത ദിവസം മുതൽ അജയ തണ്ണിമത്തൻ തോടുകളിൽ തന്നെ ബേൽപൂരി കൊടുക്കാനായി തുടങ്ങി. എല്ലാ കസ്റ്റമേഴ്സിനും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു നല്ല ഐഡിയക്കായി അജയ്ക്ക് ഒരുപാട് അവാർഡുകളും ലഭിച്ചു. അജയുടെ തണ്ണിമത്തൻ ബേൽപൂരി എല്ലാ നാട്ടിലും ഫേമസ് ആയി. അശോക് തന്റെ അനിയൻ അജയെ കണ്ട് അഭിമാനം കൊണ്ടു. അവൻ ഇങ്ങനെ പറഞ്ഞു. നിനക്ക് ഇത്ര ബുദ്ധിയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നിന്നെ വഴക്ക് പറയാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. ചേട്ടാ, മാപ്പൊന്നും ചോദിക്കണ്ട. ഒരുപക്ഷെ അന്ന് താങ്കൾ എന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുമായിരുന്നു. ഇങ്ങനെ വലുതായി സാധിക്കുകയില്ലായിരുന്നു. പിന്നെ അന്ന് മുതൽ രണ്ടുപേരും അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായിരുന്നു. പിന്നെ അവരുടെ ജോലികൾ മറ്റുള്ള നാടുകളിലും വികസിപ്പിച്ചു. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാഹു നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി.
രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡിയായിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ച് ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ.
അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അപ്സരെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാഹു നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡിയായിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. രാംനഗറിലുള്ള അമിത് തന്റെ ചേട്ടൻ സുമിത്തിനോടൊപ്പം ജീവിച്ചിരുന്നു. അവരുടെ അമ്മയും അച്ഛനും അവരുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു. ഇപ്പോൾ അമിത്തിനെ വളർത്തുന്നത് സുമിത്തായിരുന്നു. ഒരിക്കൽ അമിത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നത് കണ്ട് സുമിത് അമിത്തിനോട് ഇങ്ങനെ ചോദിച്ചു, എന്തു പറ്റി മോനെ? എന്തിനാ കരയുന്നത്? ഒന്നുമില്ല ചേട്ടാ. നിനക്ക് അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മ വന്നു? ഇല്ലല്ലോ, എനിക്ക് അമ്മയും അച്ഛനും 2 പേരും നിങ്ങളാണ്. എനിക്ക് ആരെയും ഓർമ്മ വരുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് അമിത് തന്റെ ചേട്ടൻ സുമിത്തിനെ കെട്ടിപ്പിടിച്ചു.
ഞാൻ ചിലപ്പോൾ ഒരുപാട് പേടിക്കാറുണ്ട്. നിങ്ങൾ ഒരിക്കലും എന്നെ വിട്ടിട്ട് പോകില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ലടാ. അമിത്തും സുമിത്തും ഒരുമിച്ച് കഴിക്കാനിരുന്നു. കഴിച്ചതിന് ശേഷം അവർ രണ്ടുപേരും ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ അമിത് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി. അവന്റെ ചേട്ടൻ സുമിത് അവനെ ദിവസവും തന്റെ സ്കൂട്ടറിൽ സ്കൂളിൽ വിട്ടിട്ട് വരുമായിരുന്നു. ചേട്ടാ, ഹെൽമറ്റ് വെക്കണം കേട്ടോ. നിന്റെ സ്കൂളിൽ വരുന്ന റോഡിലൊന്നും പോലീസുകാർ കാണില്ലെന്നേ. ചേട്ടാ, ഹെൽമറ്റ് പോലീസുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനല്ല, നമ്മുടെ സുരക്ഷയ്ക്കും കൂടെയാ. അയ്യോ, നീ എന്നെക്കാൾ വളർന്നെന്ന് തോന്നുന്നു. തന്റെ അനിയനായ അമിത്തിന്റെ വാക്കുകൾ കേട്ട് സുമിത് ഉടനെ ഹെൽമെറ്റ് എടുത്തു വെച്ചു. ചേട്ടനെ ഈ ഹെൽമറ്റ് വെച്ച് കാണാൻ എന്ത് രസമാണെന്നറിയാമോ? ശരി, കയറിയിരിക്കെ. സ്കൂളിൽ പോകാൻ ലേറ്റായി. അമിത്തിനെ സ്കൂളിൽ ഇറക്കി വിട്ട് സുമിത് തന്റെ സ്കൂട്ടറിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വൈകുന്നേരം തന്റെ സ്കൂട്ടറും എടുത്ത് അമിത്തിനെ വിളിച്ചുകൊണ്ടുവരാൻ അവൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ അവൻ ഹെൽമെറ്റ് വെച്ചതേയില്ല. വഴിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയും പെയ്തു. ഇത് കാരണം റോഡും സ്ലിപ്പറിയായി മാറി. അയ്യോ, ഈ മഴ നിൽക്കുന്നതേ ഇല്ലല്ലോ. ഇപ്പോൾ വേഗം പോയേ പറ്റൂ. സുമിത് സ്കൂട്ടർ വീണ്ടും വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങി. റോഡും സ്ലിപ്പറിയായി കിടന്നിരുന്നത് കൊണ്ട് സുമിത്തിന്റെ ബാലൻസും തെറ്റി. അങ്ങനെ അവൻ വീഴുകയും ചെയ്തു. അവന്റെ സ്കൂട്ടർ റോഡിൽ വഴുതി ഒരുപാട് ദൂരം വരെ പോയി. ഇങ്ങനെ വീണത് കാരണം സുമിത്തിന്റെ തലയിൽ ബലമായി പരിക്കേറ്റിരുന്നു. തലയിൽ നിന്നും ചോരയും വാർന്നൊഴുകിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അതുവഴി ഒരു കാർ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കാർ ഓടിച്ചു വന്ന അയാൾ സുമിത് റോഡിൽ വീണ് കിടക്കുന്നത് കണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. അയ്യോ, ഇയാൾക്ക് ആക്സിഡന്റ് ആയല്ലോ. ഇയാളെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അദ്ദേഹം ഉടനെ തന്റെ കാറിൽ സുമിത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അയാൾ സുമിത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ചെയ്തു. മറുവശത്ത് സുമിത്തിന്റെ അനിയൻ അമിത് അന്ന് സ്കൂള് വിട്ടതും അവിടെ തന്നെ സുമിത്തിനു വേണ്ടി കാത്തുനിന്നു. ഇന്നും ഒരുപാട് സമയമായല്ലോ, ചേട്ടൻ എന്താ വരാത്തത്? നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇനി ചേട്ടന്റെ സ്കൂട്ടി കേടായതാണോ? അമിത് അങ്ങനെ നടന്ന് നടന്ന് വീട്ടിലേക്ക് പോകാനും തുടങ്ങി. എന്നാൽ അപ്പോഴും ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവൻ മഴ നനഞ്ഞ് നനഞ്ഞ് വീട്ടിലേക്കും വന്നു ചേർന്നു. അവൻ അപ്പോൾ സുമിത്തിനെ ഒരുപാട് അന്വേഷിച്ചു. എന്നാൽ അവന് സുമിത്തിനെ കാണാനേ സാധിച്ചില്ല. അങ്ങനെ മറ്റൊരാളിലൂടെ സുമിത്തിന് ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന വിവരം അറിഞ്ഞു. ഉടനെ അമിത്തും ഓടി ഓടി ഹോസ്പിറ്റലിലേക്ക് പോയി. ചേട്ടാ, ചേട്ടൻ എന്ത് പറ്റി? ഈ ആക്സിഡന്റ് എങ്ങനെയാ സംഭവിച്ചത്? ചേട്ടൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ആരാ നീ? നീ ആരാണെന്ന് എനിക്ക് അറിയില്ല. ഞാനാ ചേട്ടന്റെ അനിയൻ അമിത്. ഞാൻ ആരാണ്? നീയും ആരാണ്? എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ അവിടെ ഡോക്ടറും വന്നു. തലയിൽ പരിക്കേറ്റതുകൊണ്ട് പഴയതെല്ലാം അയാൾ മറന്നു. അയാൾക്ക് ഇപ്പോൾ ഒന്നും തന്നെ ഓർമ്മയില്ല. ഇത് കേട്ടതും അമിത് കരയാൻ തുടങ്ങി. അവൻ തിരിച്ച് വീട്ടിലേക്കും പോയി. ഒരുപക്ഷെ എന്റെ ചേട്ടൻ ഇന്ന് ഹെൽമറ്റ് വച്ചിരുന്നെങ്കിൽ ചേട്ടന് തലയിൽ പരിക്കേൽക്കില്ലായിരുന്നു. ചേട്ടൻ എന്നിൽ നിന്നും അകന്നു പോകില്ലായിരുന്നു. ഞാനിനി ആരെയും സ്കൂട്ടറിലും ബൈക്കിലും ഹെൽമറ്റ് ഇല്ലാതെ പോകാൻ അനുവദിക്കില്ല. എല്ലാവരെ കൊണ്ടും ഞാൻ ഹെൽമറ്റ് ഇടിയിപ്പിക്കും. അവനന്ന് രാത്രിയിൽ ടിവിയിൽ കാർട്ടൂൺ കാണുകയായിരുന്നു. അതിൽ ഒരു തൊഴിലാളി കല്ല് പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിക്കേൽക്കാതെ ഇരിക്കാൻ വേണ്ടി തലയിൽ തണ്ണിമത്തൻ ഹെൽമെറ്റ് വെച്ചിരുന്നു. അത് കണ്ടതും അപ്പോൾ അമിത്തിനൊരു ഐഡിയ തോന്നി. ഞാനും തണ്ണിമത്തൻ കൊണ്ട് ഹെൽമെറ്റ് ഉണ്ടാക്കി അത് എല്ലാവർക്കും ഗിഫ്റ്റാക്കി കൊടുക്കും. അമിത് അടുത്ത ദിവസം തന്നെ മാർക്കറ്റിലേക്ക് പോയി ഒരുപാട് തണ്ണിമത്തൻ വാങ്ങി. ശേഷം അതിലെ പഴുത്ത ഭാഗങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് അതിന്റെ തൊലി കൊണ്ട് ഹെൽമെറ്റ് ഉണ്ടാക്കി. ഇതുപോലെ ദിവസം മുഴുവനും കഷ്ടപ്പെട്ട് അമിത് ഒരുപാട് ഹെൽമെറ്റുകൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ട് അവൻ വെളിയിലേക്കും പോയി. ഇപ്പോൾ അവൻ ആരെങ്കിലും ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുന്നത് കണ്ടാൽ അവൻ ഉടനെ അവരുടെ അടുത്തേക്ക് പോയി ആ തണ്ണിമത്തൻ ഹെൽമെറ്റ് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇതാ ഹെൽമെറ്റ് വെച്ചിട്ട് പോകൂ. അമിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ട്രാഫിക് പോലീസുകാരൻ കണ്ട് അയാൾ അമിത്തിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചു. മോനെ, നീ എന്തായി ചെയ്യുന്നത്? ആക്സിഡന്റിൽ എന്റെ ചേട്ടന് മെമ്മറി ലോസായി. ചേട്ടൻ അന്ന് ഹെൽമറ്റ് വച്ചിരുന്നെങ്കിൽ ചേട്ടൻ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇനി മുതൽ എല്ലാവരും 2 വീലർ വണ്ടികൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഹെൽമറ്റ് ധരിച്ചു തന്നെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഇതാണ് യഥാർത്ഥ ഹെൽമെറ്റ്. ഇത് കൊടുക്കുന്നേ. ഇത് നല്ല ബലമുള്ള ഹെൽമെറ്റാണ്. അമിത് ആ ഹെൽമെറ്റുകളെല്ലാം എടുത്ത് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അതിനുശേഷം എല്ലാവർക്കും യഥാർത്ഥ ഹെൽമെറ്റുകൾ കൊടുക്കാൻ തുടങ്ങി.
ഒരു കൊച്ചുകുട്ടി എങ്ങനെയൊക്കെ ചിന്തിക്കുന്നെന്ന് നോക്കൂ. ഇവനെ കണ്ട് നമ്മൾ എല്ലാവരും പഠിക്കണം. ഇപ്പോൾ ട്രാഫിക് പോലീസുകാർ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നതിന് ചെലാൻ എഴുതുന്നതിന് പകരം അവർക്കെല്ലാം ഹെൽമെറ്റ് കൊടുക്കാൻ തുടങ്ങി. അമിത്തും പിന്നെ ട്രാഫിക് പോലീസുകാരും ഇങ്ങനെ എല്ലാവർക്കും ഹെൽമെറ്റ് കൊടുക്കുന്നത് മീഡിയയിലുള്ളവരെല്ലാം കണ്ടു. അങ്ങനെ ഈ കാര്യം എല്ലാ ന്യൂസ് ചാനൽസിലും അവർ കവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു വാർത്ത നാട് മുഴുവനും പടർന്നു. ഇത് കാരണം ഗവൺമെന്റും ടൂ വീലേഴ്സ് നിർമ്മിക്കുന്ന എല്ലാ കമ്പനിക്കാർക്കും ഈ ഓർഡർ കൊടുത്തു. ഇനി മുതൽ ടൂ വീലർ വിൽക്കണമെങ്കിൽ അതിനോടൊപ്പം ഹെൽമെറ്റും കൂടി കൊടുത്തേ പറ്റൂ എന്ന് ഓർഡർ ഇട്ടു. അങ്ങനെ ഓൾറെഡി ടൂ വീലേഴ്സ് വിറ്റിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സ് എല്ലാവർക്കും ഒരു ഹെൽമെറ്റും ഗിഫ്റ്റായി കൊടുക്കണമെന്ന് ഓർഡർ ഇട്ടു. ഹാ, കൊള്ളാമല്ലോ. ഇനി മുതൽ എല്ലാവരും ഹെൽമെറ്റ് വെച്ചോളും. അങ്ങനെ നാട് മുഴുവനും എല്ലാവരും ടൂ വീലർ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാൻ തുടങ്ങി. ഇനി മുതൽ നമ്മുടെ നാടിനുള്ളിൽ ആക്സിഡന്റിലൂടെ കുറച്ചുപേർ മാത്രമേ മരിച്ചു പോവുകയുള്ളൂ. എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണമെന്ന ഈ മൂവ്മെന്റ് അമിത് തുടങ്ങി വെച്ചു. അവന്റെ കയ്യിൽ ഒരു പണം പോലും ഇല്ലാതിരുന്നിട്ടും ജനങ്ങൾക്ക് അവൻ തണ്ണിമത്തൻ ഹെൽമെറ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അങ്ങനെ ഇത് കാരണം നാട് മുഴുവനും അമിത് തണ്ണിമത്തൻ ഹെൽമെറ്റുകാരൻ എന്ന പേരിൽ ഒരുപാട് ഫേമസ് ആയി. അമിത്തിന്റെ ഈ നല്ല പ്രവൃത്തി കണ്ട് ഗവൺമെന്റും അവന് അവാർഡ് നൽകി. അതോടൊപ്പം അവന്റെ ചേട്ടന് ഒരു നല്ല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റും നൽകി. ഇപ്പോൾ സുമിത്തിന് അവന്റെ മെമ്മറി എല്ലാം തിരിച്ചു കിട്ടി. ഇത് മനസ്സിലാക്കി ഉടനെ തന്റെ ജ്യേഷ്ഠനെ കാണാൻ വേണ്ടി അമിത് ഹോസ്പിറ്റലിലേക്ക് പോയി. അമിത് അപ്പോൾ ഓടി വരുന്നത് കണ്ട് സുമിത്തും ഓടിപ്പോയി അമിത്തിനെ കെട്ടിപ്പിടിച്ചു. മോനെ, സുഖമാണോ? ഞാൻ സുഖമായിരിക്കുന്നു ചേട്ടാ. ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു. കണ്ടോ, എനിക്ക് എല്ലാം ശരിയായി. സുമിത്തിന് ഒരു കുഴപ്പവുമില്ലാത്തത് കണ്ട് അമിത്തിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. എന്തു പറ്റി മോനെ? എന്തിനാ കരയുന്നത്? ചേട്ടൻ എന്നെ ഇവിടെ വിട്ടിട്ട് പോകില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും പോകില്ല. ഇനി മുതൽ നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം. ഞാനിനി ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുകയേയില്ല. എല്ലാവരോടും ഹെൽമെറ്റ് വെക്കാൻ ഞാൻ പറയും. ഇപ്പോൾ അമിത്തും സുമിത്തും വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ഒരു വലിയ ഹെൽമെറ്റ് കടയും തുടങ്ങി. അവർ ആ കടയ്ക്ക് തണ്ണിമത്തൻ ഹെൽമെറ്റുകാരെന്ന പേരും വെച്ചു. നീതി. നമ്മുടെ നാട്ടിൽ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ ആക്സിഡന്റ് കാരണം മരിച്ചുപോയിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവരും ടൂ വീലേഴ്സ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തലയിൽ ഹെൽമറ്റും ധരിച്ച് അതോടൊപ്പം എല്ലാ ട്രാഫിക് റൂൾസും കറക്റ്റായി ഫോളോ ചെയ്താൽ ആക്സിഡന്റ് കാരണം മരിച്ചു പോകുന്നവരുടെ കണക്ക് നമുക്ക് വളരെ വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാൻ സാധിക്കും.